മസ്ജിദുൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തുള്ളതെന്താണ്? അതിന്റെ ചുറ്റുപാടും അനുഗ്രഹപൂർണമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അതിന്റെ ചാരയാണ് മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ ഖബറുകളുള്ളത്. അവിടെയാണ് മഹാന്മാരായ പ്രവാചകന്മാർ നടന്നുപോയത്. അവരുടെ സാന്നിധ്യമുള്ള ഇടം അവിടെയായിരുന്നു. അവരുടെ ജീവിതം അവിടെയായിരുന്നു. മഹാരഥന്മാരായ മുൻഗാമികളുടെ തുടിപ്പുകളുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് രാജകീയമായി ചെന്നിറങ്ങുന്നത് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്നിറങ്ങുമ്പോഴോ അവിടെ കാണുന്നു നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ഒരു ഭാഗത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഒരു ഭാഗത്ത് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ഒരു ഭാഗത്ത് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ലോകത്ത് വന്ന 1,24,000 വരുന്ന പ്രവാചകന്മാരും ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ്. കുല്ലു യുറഹിബു ളാഹികം വബസീമാ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. വരൂ ലോക നേതാവേ, ഞങ്ങളുടെ ഇടയിലേക്ക്, ഞങ്ങളുടെ സ്വാഗതം ഞങ്ങളുടെ ഇടയിലേക്ക് വരൂ. ഈ നബിമാരെയൊക്കെയും അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. അവരെ എല്ലാവരെയും അവിടെ ഹാജരാക്കി അല്ലാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുത്തു. ഹബീബായ നബി തങ്ങളെ അവരെല്ലാവരും സ്വീകരിച്ചു. അമ്പിയാക്കളുടെ ലോകം ഹബീബായ നബി തങ്ങളെ കൈപിടിച്ചു. മുന്നിലേക്ക് നിൽക്കൂ നബിയെ, ഞങ്ങളുടെ ഇമാമായി നിസ്കരിച്ചോ. വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖ്ദീമ മഖ്ദൂമിൻ അലാ ഖദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു ഹബീബായ നബി തങ്ങൾക്ക് നൽകിയതെല്ലാം ഉന്നതമായതാണ്. അവിടുത്തേക്ക് നൽകിയ ഖുർആൻ, അവിടുന്ന് ജനിച്ച ഇടം, അവിടുത്തെ ഉമ്മത്ത്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, അവിടുത്തെ യാത്രയും ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ യാത്രയാണ്. അതിലൊരു കുറവും വരുത്തിയില്ല. 1,24,000 വരുന്ന നബിമാർ. അല്ലാഹുവിന്റെ റസൂൽ ഇസ്രാ നമ്മുടെ ഈമാനിനെ ബലപ്പെടുത്താനുള്ളതാണ്.